ഹലോ ഹായ്, എല്ലാവർക്കും സുഖം തന്നെ വിചാരിക്കുന്നു. ഇന്ന് നമുക്കൊരു പച്ചക്കറികളെല്ലാം ഇട്ടിട്ട് ഒരു പുലാവ് ഉണ്ടാക്കാം. അതിനുള്ള വട്ടാണ, ഫ്ലവർ, പനീർ, പിന്നെ ഇത് ചെറിയ ചെറിയ ഭാജികൾ എല്ലാം നുറുക്കി വെച്ചതായത് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കൊത്തമ്പരി ചപ്പ്, പുതിന, ഇതെല്ലാം കരുവേപ്പിൻ ചപ്പ് എല്ലാം അതിനുള്ളതാണ്. അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ എല്ലാം അതിനുള്ളതാണ്. ഇത് മസാലകൾ. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് കുക്കർ വെക്കാം, പശു നെയ്യ് ഒഴിക്കാം. ഇത് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അണ്ടിപ്പരിപ്പിട്ട് ഒന്ന് മൂക്കുമ്പോൾ നമുക്ക് മുന്തിരിങ്ങ ഇട്ടിട്ട് അത് മൂപ്പിച്ച് കോരി വെക്കാം. അത് മൂപ്പിച്ച് കോരി വെച്ചതിൻ്റെ ശേഷം നമുക്ക് ഉള്ളി ഇടാം. ഇതിങ്ങനെ കോരി വെക്കട്ടെ, എന്നിട്ട് നമുക്ക് ഉള്ളി ഇടാം. പനീർ വറുത്തിട്ട് എടുക്കാം നമുക്ക്, എന്നിട്ട് ഉള്ളി ഇടാം. പനീർ വറുത്തിങ്ങ് കോരി വെച്ചതിൻ്റെ ശേഷം നമുക്ക് ഉള്ളി ഇടാം. കുറച്ച് ഒന്ന് മൂത്തിട്ട് വയ്യെല്ലാം കൂടി ഒപ്പരിടുന്നാൽ ഒന്ന് മൂത്തതിൻ്റെ ശേഷം നമുക്കതും കോരിങ്ങ് വെക്കാം. പിന്നെ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടുമ്പോൾ നമുക്ക് ബാക്കി മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ടാൽ നമുക്ക് ഉള്ളി വേഗം വാടി കിട്ടും. അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഉള്ളി വാടുമ്പോൾ നമുക്ക് എല്ലാ പച്ചക്കറികളും ഇട്ട് കൊടുക്കാം. നേരത്തെ കാണിച്ച പച്ചക്കറിയെല്ലാം കഴുകി വാരി വെച്ചതാണ്. ഫ്ലവർ, വട്ടാണ, കാര്യമെല്ലാം ആയിട്ടുള്ള. ഇതിപ്പം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ എല്ലാം കൂടിയിട്ട് മുറിച്ചിട്ട് എല്ലാം കൂടിയിട്ട് ഇളക്കുമ്പോൾ പച്ചക്കറി എടുത്ത് ചിരിയാം. ഒരു 5 മിനിറ്റ് പച്ചക്കറി എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് ഉപ്പെല്ലാം ഇട്ട് അതിന് കുറച്ച് ബിരിയാണി മസാലയും പാറ്റിയിട്ട് അതിനെ നല്ലോണം ഒന്ന് ഇളക്കി വറുത്തെടുക്കുക. കുറച്ച് കൊത്തമ്പരി ചപ്പ്, കരുവേപ്പിൻ ചപ്പ്, പുതിന, ഇതെല്ലാം ഉണ്ടെങ്കിൽ എല്ലാം കൂടി മുറിച്ച് അതിൻ്റെ കൂടെ തന്നെ അങ്ങ് ഇട്ടിട്ട് എല്ലാം കൂടി ഇളക്കി പച്ചക്കറിക്ക് വേണ്ടുന്ന ഉപ്പിടുക. അതൊന്ന് നമ്മൾ വാടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൽ തന്നെ അരിയിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കുക. അപ്പോൾ പച്ചക്കറി കുറേ കൂടുതൽ അരി വറുക്കുന്നവരെ പിന്നെയും അത് ഇതാണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതിനെ മാറ്റുന്നതല്ല. ഇതിൽ തന്നെ ഇട്ടിട്ട് അരി വറുത്തിട്ടെടുക്കാൻ പറ്റും. ഒരു മുറി ചെറുനാരങ്ങയിൽ പിഴിയുന്നുണ്ട്. ഇത് നമ്മളൊരു പ്ലേറ്റിലേക്ക് നീങ്ങ മാറ്റിയിട്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന അരി കൈയരിച്ച് വെച്ചിട്ടില്ല, പച്ചക്കറിക്കുള്ള ഉപ്പിട്ടതാണ്, എല്ലാം കൂടി ഇളക്കി മറിച്ച് ഇങ്ങനെ ചെരിഞ്ഞ് വെക്കാം. ഇതിനുള്ള അരി നമ്മൾ കോരി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതേ കുക്കറിൽ അരി ഇട്ടിട്ടൊരു 10 മിനിറ്റ് ലേശം പശു നെയ്യോ എണ്ണയോ ഇട്ടിട്ടൊരു 10 മിനിറ്റ് നമുക്കൊന്ന് അത് വറുത്തെടുക്കാം അരി. എന്നിട്ട് ഇതേ ചെമ്പിൽ നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് അടുപ്പത്ത് വെച്ചാൽ അതിൽ പതക്കുന്ന വെള്ളം പാരാം. ഒരു 2 മിനിറ്റ് അല്ലെ 3 മിനിറ്റ്, ഏറി വന്നാൽ 5 മിനിറ്റ്. അതിലപ്പുറം അരി വറുക്കേണ്ട ആവശ്യമില്ല. പശു നെയ്യ് കുറച്ച് ഒഴിക്കുക, നല്ലോണം ഈ അരി വറുത്തെടുക്കുക. പിന്നെ അരിക്ക് വേണ്ടുന്ന ഉപ്പും ഇട്ട് നല്ലോണം ഇളക്കിയതിൻ്റെ ശേഷം നമ്മളിപ്പോൾ പനീർ വറുത്ത് വെച്ച് അങ്ങോട്ട് കൊടുക്കാം.
പനീർ വറുത്തിട്ട് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് പച്ചക്കറികളെല്ലാം മാറ്റി വെച്ച് എല്ലാം ഇട്ട് കൊടുക്കാം. പതച്ച വെള്ളം നമ്മളതിൽ പറന്ന് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉപ്പും കാര്യവും എല്ലാം ഒന്ന് നാമിൽ വെച്ച് നോക്കി ഉപ്പെല്ലാം കറക്റ്റാന്ന് നോക്കി എന്നിട്ട് ഇത്ര ബിരിയാണി മസാലയാണ് പറ്റുന്നത്. പട്ട കറാമ്പ് പൊടിച്ച് വെച്ച് നമ്മൾ വീട്ടിൽ തന്നെ എല്ലാം വീട്ടിലുള്ള മസാലകളും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നു. ഇനി അത് മൂടി വെച്ചിട്ട് ഒരു ഒറ്റ ചിട്ടി ഇടുമ്പോഴൊക്കെ നമുക്കത് ചോറ് നല്ല റെഡിയായി വരും. പിന്നെ അതിന് കിട്ടുന്ന ഇതെല്ലാം മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഉള്ളി ഇതെല്ലാം നമ്മൾ മൂടി ഇറന്നതിൻ്റെ ശേഷം അതിൻ്റെ മേലെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ വറുത്ത് വെച്ചോ ഇടും. കുറച്ച് പശു നെയ്യ് ഇടും. കുറച്ച് കൊത്തമ്പരിച്ചപ്പം മുറിച്ച് വെച്ചിടും. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെ ഒന്ന് അടച്ച് വെക്കും. അങ്ങനെ നമ്മൾ കുട്ടിയൊക്കെ അധികം കളറ് വേണ്ട, വെള്ള കളറിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ഞളൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. കുറച്ച് മഞ്ഞൾ പൊടിയും ഇതെല്ലാം ഇടും ചിലയിൽ. പിന്നെ വെജ് ബിരിയാണിയാണെങ്കിൽ ജാസ്തി മസാലയും കളറും എല്ലാം ഇടാം. ഇത് ബിരിയാണിയല്ല, ഇത് വെജ് പുലാവിയാണ്. അതുകൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെയുള്ള കൊച്ചമ്പീറോ സാലറ്റോ എല്ലാം എന്തെന്നാന്ന് വെച്ചാൽ അതെല്ലാം ഇതാക്കാം. ഇപ്പോൾ മേലെ നമ്മൾ 2 സ്പൂൺ പശു നെയ്യ് ഇട്ടിട്ട് അതിനെ നമ്മൾ മൂടി വെക്കും. ചിട്ടിയും എടുത്ത് അതിൻ്റെ ഇട മൂടിയാൽ മതി. എല്ലാം അരി ഏറെ വെന്ത് പോകും. ഇതിന് ദമ്മൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അതിനുള്ള സാലറ്റ് ഇത് ഉള്ളി തക്കാളി അരിഞ്ഞിട്ട് പച്ചമുളക് കുറച്ച് കൊത്തമ്പരിച്ചപ്പ് ഇടുക. അതിൽ കുറച്ചൊരു ഉപ്പ് ഇടുക, 1 സ്പൂണ്. ബാക്കി തൈര് ഒഴിച്ചിട്ട് അതൊരു സാലഡാക്കി വെക്കും. പിന്നെ ഉള്ളിയും തക്കാളിയെല്ലാം മുറിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അച്ചാർ വേണം അതെടുക്കാം, എല്ലാം എടുക്കാം. പിന്നെ നിങ്ങൾക്ക് പ്ലേറ്റ് വിളമ്പിയെല്ലാം ആദ്യം കാണിച്ചിട്ടുണ്ട്, വിളമ്പിയിട്ടുള്ളതെല്ലാം. അത് വേണം അങ്ങനെയുണ്ട്. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഡിഷുമായിട്ട് അടുത്തതിന് വരാം. അന്നേരം ഞാൻ നിങ്ങളെ കാണിക്കാം. പിന്നെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നിങ്ങളെയൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അതൊക്കെ അറിയുന്ന ആൾക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം എല്ലാവർക്കും അറിയുന്ന ആർക്കും എല്ലാം വേണ്ടിയിട്ട് അറിഞ്ഞുകൂടാ ആർക്കെല്ലാം വേണ്ടിയിട്ട്. ശരി, എന്നാൽ ബായ്.